ഫസ്റ്റ് ഷോ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പടം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് നെഗറ്റീവ് പറയുന്നുണ്ട്. റിയൽ ആയിട്ട് ഞാൻ പറയണം, അത്ര നെഗറ്റീവ് പറയേണ്ട ഒരു സിനിമ അല്ല ഇത്. കാരണം ഈ 70-ാം വയസ്സിലും രജനീകാന്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പ്രകടനത്തെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. കാരണം നമ്മൾ ഒരുപാട് സിനിമകൾ, എത്രയോ കത്തി സിനിമകൾ നമ്മൾ തിയേറ്ററിൽ വന്ന് കാണുന്നുണ്ട്. ഇതിൽ മോശപ്പെട്ട സിനിമകൾ, അത് വലിയ സിനിമകളാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുന്നില്ലേ, അത്ര ഒരു മോശ സിനിമയല്ല. പിന്നെ ആൾക്കാരെ നെഗറ്റീവ് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LCU എന്ന് പറയുന്ന ഒരു ഇതിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് തിയേറ്ററിലേക്ക് വന്നത്. പക്ഷെ LCU അല്ല ഇത് പഴയ രജനീകാന്തിന്റെ കൂലിയുടെ റെഫറൻസ് എടുത്തുകൊണ്ടുള്ള ഒരു സിനിമയാണ്. ലോകേഷ് കനകരാജിന്റെ നല്ല ബ്രില്യൻസ് ആണ് ഇതിനകത്ത് തെളിയിച്ചിരിക്കുന്നത്. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് BGM-ഉം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സിനിമ ഒരു 700 കോടി രൂപ കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നവർക്ക് എന്തായാലും ഈ സിനിമ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ആ ആള് ഈ സിനിമയ്ക്ക് നെഗറ്റീവ് പറയും. അതോടുകൂടി ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്യും. കാരണം നിങ്ങൾക്കറിയാം, ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയുണ്ട് സാഹസം എന്ന് പറയുന്ന സിനിമ, നിങ്ങൾ കണ്ടതാണ്. ഈ സിനിമയ്ക്ക് നല്ല ഒപ്പീനിയൻ കൊടുത്ത ഒരാളാണ് അശ്വന്ത് കോക്ക്. ആ സിനിമ തിയേറ്ററിലും പരാജയപ്പെട്ടു, ജനങ്ങളിലും പരാജയപ്പെട്ടു. സിനിമ മോശമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ അയാൾ പറയുന്ന സിനിമകളെല്ലാം പരാജയപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ആ സിനിമയ്ക്കെതിരെ അയാൾ പറയുന്നത് കൃത്യമായി എഴുതി വെച്ചൊരു അജണ്ട പോലെ ചെയ്യുന്നതുകൊണ്ടാണ്. ഈ സിനിമ എന്തായാലും ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്നിരുന്നു. നമ്മളിത് കട്ടുകൊണ്ട് വരുന്ന കാശൊന്നും അല്ലല്ലോ, പണിയെടുത്ത് കിട്ടുന്ന പൈസ. നമ്മൾ 2.5 മണിക്കൂർ എൻജോയ് ചെയ്യാൻ വേണ്ടി തിയേറ്ററിലേക്ക് വരുന്നു. എന്തായാലും നമുക്കത് കിട്ടുന്നുണ്ട്, തിയേറ്ററിൽ കിട്ടും എന്നുള്ള കാര്യം യാതൊരു സംശയം വരികേണ്ട. എന്തായാലും ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്നിരുന്ന് കണ്ടിട്ട് പോകാൻ പറ്റിയ അടിപൊളി പടമാണ്. മാസും ക്ലാസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള കിടിലൻ സിനിമയാണ്. പിന്നെ അഭിനയിച്ചിരിക്കുന്ന രജനീകാന്ത്, പിന്നെ അമീർ ഖാൻ, പിന്നെ ശ്രുതി ഹാസൻ, സത്യരാജ്, സൗബിൻ ഷാഹിർ, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ഉദയേന്ദ്ര തുടങ്ങിയിട്ടുള്ള ഒരു നല്ല താരനിരയാൻ വേണ്ടി കിട്ടിയ വേഷങ്ങളെല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും സൗബിൻ ഷാഹിർ ഇനി ഒരു പാൻ ഇന്ത്യൻ നടനിലേക്ക് മാറുകയാണ്. എന്തായാലും മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നടൻ തന്നെയാണ്. പുള്ളിയുടെ പേരിൽ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ട്. അത് പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളാണ്. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഒരു അഭിനേതാവെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു ആക്ടിന്റെ ഡിഫറൻറ്റ് വരുത്തുക എന്നുള്ളതാണ്. എന്തായാലും അത് നമുക്ക് സ്വീകാര്യമായിട്ടുണ്ട്. ഈ സിനിമ ഹിറ്റാണ്, അതിന് സംശയം വിചാരിക്കണം.